കണ്ണൂർ മുതൽ തൃശ്ശൂർ വരെ വന്ദേ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കാണാനുള്ള ചില ദൃശ്യങ്ങളും ഒരു ചെറു യാത്രാ വിവരണമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കണ്ണൂരിൽ നിന്ന് വൈകിട്ട് കൃത്യം 3:30 മണിയോടുകൂടി വന്ദേ ഭാരത് ട്രെയിൻ പുറപ്പെടും. അത് ഏകദേശം 3 മണിക്കൂർ യാത്ര ചെയ്ത് 6:30 മണിക്ക് തൃശ്ശൂർ എത്തിച്ചേരും. 6:05 സാധാരണ സമയം. പക്ഷേ എന്നിരുന്നാലും 5-10 മിനിറ്റ് സമയമൊക്കെ പലപ്പോഴും വ്യത്യാസം വരാറുണ്ട്. നിങ്ങൾക്ക് വന്ദേ ഭാരത് ട്രെയിൻ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. റെയിൽവേയുടെ IRCTC ആപ്പിൽ കയറിയിട്ടോ വെബ്സൈറ്റിൽ കയറിയിട്ടോ ബുക്ക് ചെയ്യാവുന്നതാണ്. ബുക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ഫുഡും വിത്തൗട്ട് ഫുഡും ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ ആവശ്യമില്ലെങ്കിൽ, താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് റിസർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ അത് വിത്തൗട്ട് ഫുഡ് ഓപ്ഷൻ ഇല്ല, ലോക്ക്ഡായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. വിത്തൗട്ട് ഫുഡ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്ലാസ് AC ചിലവേ വരുന്നുള്ളൂ. നമുക്ക് ഇരുന്നുകൊണ്ട് വേണം യാത്ര ചെയ്യാനായിട്ട്. സീറ്റിങ്ങൊക്കെ വളരെ ആകർഷകമാണ്. യാത്ര വളരെ സുഖകരമാണ്. യാതൊരു ബുദ്ധിമുട്ടുകളോ ക്ഷീണമോ അനുഭവപ്പെടുന്നില്ല. ആ സീറ്റിങ്ങും AC-യും ഫെസിലിറ്റീസ്, അനൗൺസ്മെൻറ്റ് എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. വാതിൽ അടയുന്നതിന് മുൻപ് തന്നെ ചെറിയ അനൗൺസ്മെൻ്റ് ഉണ്ടാവും. അതുപോലെ ടീ, സ്നാക്സ് സമയങ്ങളിൽ 3 നേരം ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ലഭ്യമാണ് വിത്ത് ഫുഡ് ഓർഡർ ചെയ്താൽ. ഇനി വിത്തൗട്ട് ഫുഡാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടീ വാങ്ങിക്കാനായിട്ട് കിട്ടും. കോഫിയും ടീയും അവിടെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോഫിയുടെ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്നാക്സ് വേണ്ട എന്ന് പറയുമായിരിക്കും നല്ലത്. സ്നാക്സ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 65 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാക്കറ്റ് ചിപ്സും 1-2 സ്നാക്സും ചെറിയ കടികളൊക്കെ കൂടി 65 രൂപയ്ക്ക് ഒരു കോഫി അല്ലെങ്കിൽ ടീ കിട്ടും. സ്നാക്സ് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഫിയും അതിൻ്റെ കൂടെ ഒരു ബിസ്ക്കറ്റും മാത്രമായിരിക്കും ലഭിക്കുക. അതിന് 20 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. കോഫിയും ബിസ്ക്കറ്റും മാത്രം മതിയെങ്കിൽ 20 രൂപയാണ് വരുന്നുള്ളൂ. സ്നാക്സും കൂടെ പറഞ്ഞാൽ 65 രൂപ ചാർജ് ചെയ്യും. നമുക്ക് കണ്ണൂരിൽ നിന്ന് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ ഇത് കോഴിക്കോടാണ്. കോഴിക്കോട് കഴിഞ്ഞാൽ ഷൊർണൂർ കഴിഞ്ഞാൽ തൃശ്ശൂർ. 4ാമത്തെ സ്റ്റേഷനാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തൃശ്ശൂർ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഒരു ജില്ലയിൽ ഒരു സ്റ്റേഷൻ മാത്രമേ ട്രെയിൻ നിർത്തുന്നുള്ളൂ. വളരെ വേഗത്തിലാണ് യാത്ര. പക്ഷേ അതിൻ്റെ യാതൊരു ക്ഷീണവും തളർച്ചയും നമുക്ക് അനുഭവപ്പെടില്ല. വളരെ സുഖകരമാണ്. സെക്കൻഡ് ക്ലാസ് AC ചാർജ് വരുന്നുണ്ടെന്ന് മാത്രം. പക്ഷേ ദിവസേന യാത്ര ചെയ്തു വരുന്ന ഒരുപാട് പേർക്ക് ഇത് വളരെ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ വളരെ വൃത്തിയോടുകൂടി നീറ്റ് ആൻഡ് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് വിദേശത്തു നിന്നൊക്കെ വരുന്നവർക്ക് നമുക്ക് അഹങ്കാരത്തോടെ പ്രദർശിപ്പിക്കാനായിട്ട് സാധിക്കും. വിദേശികൾ നമ്മുടെ നാട് സന്ദർശിക്കുമ്പോൾ ഒരു പ്രധാന പരാതി സമയം കീപ്പ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ വൃത്തിക്കുറവാണ്. വന്ദേ ഭാരത് ട്രെയിൻ അത് രണ്ടും പരിഹരിക്കാനായിട്ട് സാധിക്കും തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് വിദേശികൾക്ക് പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ വളരെയധികം പ്രയോജനം ചെയ്യും. അതുപോലെ തന്നെ ദിവസേന കേരളത്തിൻ്റെ 2 ഭാഗങ്ങളിലും യാത്ര ചെയ്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഈ ട്രെയിൻ വളരെ സഹായകരമാണ്. ഇപ്പോൾ നിലവിൽ 2 ട്രെയിൻ മാത്രമേ ഉള്ളൂ. ഭാവിയിൽ കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിലൂടെ ഓടുമെന്ന് പ്രതീക്ഷിക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ വേഗത്തിലേക്ക് എടുക്കും. ഏകദേശം 115 km/h സ്പീഡ് വരെ എടുക്കുന്നുണ്ട് മാക്സിമം. അതുപോലെ വളരെ പെട്ടെന്ന് തന്നെ 30, 40, 60, 90 ഒക്കെ കവർ ചെയ്യുന്നു. ഇതിനിടയ്ക്കുള്ള പല സ്റ്റേഷനുകളും നമുക്ക് വേഗത്തിൽ ഇങ്ങനെ വളരെ വേഗത്തിൽ കടന്നു പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. കണ്ണൂരിൽ നിന്ന് ഞങ്ങളുടെ ട്രെയിൻ 3:30 മണി പറഞ്ഞിരുന്നെങ്കിലും എടുക്കുമ്പോൾ 3:45. പക്ഷെ എന്നിരുന്നാലും വളരെ വേഗത്തിൽ തന്നെ അത് കവർ ചെയ്തു. 6:05 നോർമൽ ടൈം തൃശ്ശൂർ. ഞങ്ങളെത്തിയപ്പോൾ 6:30 മണിയായിരുന്നു. എന്നിരുന്നാലും 3 മണിക്കൂർ സമയം കൊണ്ട് കണ്ണൂരിൽ നിന്ന് തൃശ്ശൂർ എത്തിച്ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ സഹായകരമാണ്. കാരണം റോഡ് മാർഗം വരുമ്പോൾ പലതരത്തിലുള്ള ബ്ലോക്കുകളും ട്രാഫിക് ജാമുകളും റോഡിൻ്റെ ക്വാളിറ്റിയും ഒക്കെ കൂടി ഒരുപാട് സമയം എടുക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇത് കൃത്യം 3 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരും. അതുപോലെ യാതൊരു യാത്രാക്ഷീണവും അനുഭവപ്പെടുന്നില്ല. വണ്ടിയിൽ വരുന്ന സമയത്ത് വിൻഡോ സീറ്റ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വശങ്ങളിലിരുന്ന് ഇതുപോലെ വീഡിയോസ് ഷൂട്ട് ചെയ്യാം. നമുക്ക് കല്ലായിപ്പുഴയും കേരളത്തിൻ്റെ മറ്റ് മനോഹര തീരങ്ങൾ, നമ്മുടെ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട്, അതുപോലെ കൃഷി രീതികൾ ഒക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. അങ്ങോളം ഇങ്ങോളം പൊതുവായിട്ട് കാണുന്നത് തിങ്ങിയ കേരള നാട് എന്ന് പറഞ്ഞ പോലെ നാളികേരം കൂടുതലായിട്ടൊന്നും ഉണ്ടാവണമെന്നില്ലെങ്കിലും തെങ്ങ് അവിടെ ഇവിടെയായിട്ട് ധാരാളമായിട്ട് കാണാം. അതുപോലെ നല്ല പുഴകൾ, നീർച്ചാലുകൾ ഒക്കെ ധാരാളമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ വാഴക്കൃഷി കൂടുതലായിട്ട് കാണാം. ഇൻഡസ്ട്രീസും കെട്ടിടങ്ങളും
മറ്റ് സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന പോലെ അത്ര അധികം കാണുന്നില്ല. നെൽവയലുകളും ധാരാളമായിട്ട് കണ്ടുവരുന്നു. കൃഷിയൊക്കെ ഇപ്പോഴും പൂർണ്ണമായിട്ടും നശിച്ചിട്ടില്ല. ഇതിനെ ആശ്രയിക്കുന്നവരിപ്പോഴും കേരളത്തിലുണ്ടെന്ന് തോന്നുന്നു. ഈ പച്ചപ്പും ഭംഗിയൊക്കെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, മറ്റ് പ്രദേശങ്ങളിൽ നിന്ന്, നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യുന്നവർക്ക് നയനാനന്ദകരമായ ഒരു അനുഭൂതി തീർച്ചയായിട്ടും നൽകുമെന്ന് പ്രതീക്ഷിക്കാം. ഈ കേരളത്തിൻ്റെ കാലാവസ്ഥയും ഈ പച്ചപ്പും തന്നെയാണ് നമ്മുടെ പ്രധാന ആകർഷണം. ഇത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ടൂറിസം മേഖലയിൽ നമുക്ക് വളരെയധികം ഉണർവുണ്ടാകാനായിട്ട് സാധിക്കും. ടൂറിസം കേരളത്തിനെ സംബന്ധിച്ച് വളരെ വലിയ ഒരു വരുമാന മാർഗം തന്നെയാണ്. നമുക്ക് സത്യത്തിൽ ടൂറിസം മാത്രമാണ് പ്രധാന വരുമാന മാർഗമായിട്ട് നമുക്ക് ഉയർത്തി കാണിക്കാൻ സാധിക്കുന്നത്. അത് ഈ പ്രകൃതി മനോഹാരിതയും ഇവിടുത്തെ കാലാവസ്ഥയും തന്നെ. പിന്നെ സമയക്രമം പാലിക്കുക, അതുപോലെ വൃത്തി ഒന്നും കൂടെ മെച്ചപ്പെടുത്തുക. പിന്നെ ഇവിടുത്തെ ജനങ്ങൾ വിദേശികളോടും യാത്രക്കാരോടും മാന്യമായിട്ടും മര്യാദയായിട്ടും പെരുമാറാനും കൂടെ കുറച്ചും കൂടെ നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം പലപ്പോഴും പല സംഭവങ്ങളും നമ്മൾ പത്രങ്ങളിൽ വായിക്കാറുണ്ട്. അത് നമുക്ക് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് അതൊരു ഭീതിതമായ ആശങ്ക ജനിപ്പിക്കും. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ മറ്റ് യാത്രക്കാരെ നമുക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇത്ര മനോഹരമായ ദൃശ്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ പ്രത്യേകതകളും ഭംഗികളും വർണ്ണവൈവിധ്യങ്ങളും നിറഞ്ഞതാണ് നമ്മുടെ ഭാരതം, ഇന്ത്യ. ഈ യാത്രകൾ തീർച്ചയായിട്ടും ആർക്കും മറക്കാനായിട്ട് സാധിക്കില്ല. അത്രയും മനോഹര ദൃശ്യങ്ങളാണ്. ഈ വന്ദേ ഭാരത് ട്രെയിനിലെ യാത്ര തീർത്തും ക്ഷീണമില്ലാത്തതുകൊണ്ട് നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇതുപോലെ ഒരു യാത്ര സംഘടിപ്പിച്ചാൽ നിങ്ങൾക്ക് തീർത്തും മറക്കാനാവാത്ത ഒരു അനുഭൂതിയായിരിക്കും, ഒരു ഓർമ്മയായിരിക്കും. കണ്ണൂർ വിട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ കോഴിക്കോടാണെന്ന് പറഞ്ഞല്ലോ. കോഴിക്കോട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഷൊർണൂരാണ്. ഷൊർണൂർ വിട്ടാൽ തൃശ്ശൂർ. നമ്മുടെ യാത്ര ഇന്ന് കണ്ണൂർ മുതൽ തൃശ്ശൂർ വരെയാണ്. ട്രെയിനിൽ ടിക്കറ്റ് റിസർവ് ചെയ്യുമ്പോൾ ഈ ഫുഡ് ഓപ്ഷൻ പലർക്കും അറിയില്ല. വിത്തൗട്ട് ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ചാർജസ് കുറവ് വരുന്നുണ്ട്. വന്ദേ ഭാരത് ട്രെയിനിൽ 2 ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ, എക്സിക്യൂട്ടീവ് ക്ലാസ്സും ചെയർ കാർ ക്ലാസ്സും. ഇതിൽ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലാണ് ചാർജസ് വളരെയധികം കൂടുന്നത്. അതിൽ സീറ്റിംഗ് കുറച്ചും കൂടെ കുഷൻഡാണ്. അതുപോലെ സീറ്റ് വശങ്ങളിലേക്ക് തിരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ അത് പൊതുവെ റെഡ് കളറിലുള്ള സീറ്റിംഗാണ്. ചെയർ കാർ ക്ലാസ്സിൽ ബ്ലൂ കളറുള്ള സീറ്റിംഗാണ്. അത് തിരിക്കാനായിട്ടൊന്നും സാധിക്കില്ല. കുഷൻ അത്രയ്ക്ക് സോഫ്റ്റ് അല്ല ഫസ്റ്റ് ക്ലാസ് പോലെ. ഇവിടെ നമ്മൾ ഷൊർണൂർ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഷൊർണൂർ ജംഗ്ഷനാണിത്. ഇവിടെയൊക്കെ 2-3 മിനിറ്റ് സമയം മാത്രമേ ട്രെയിൻ നിർത്തുന്നുള്ളൂ. ഒത്തിരി ഡിലേ വരുന്നില്ല. നമുക്ക് ഫുഡ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഓർഡർ ചെയ്തിട്ടില്ലെങ്കിലും ട്രെയിനിനകത്ത് കോഫിയും സ്നാക്സൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്ത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ ട്രെയിനിനകത്ത് ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്. പലപ്പോഴും ന്യൂസ് പേപ്പറും ഒരു ബോട്ടിൽ 1 ലിറ്റർ വാട്ടറും നമ്മുടെ സീറ്റിലുണ്ടായിരിക്കും. അത് ഇതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് ലഭിക്കുന്നതാണ്. ന്യൂസ് പേപ്പർ വായിച്ചിരിക്കാം. മലയാള മനോരമയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതുപോലെ റെയിൽ വണ്ണിൻ്റെ തന്നെ റെയിൽവേ വിതരണം ചെയ്യുന്ന വെള്ളത്തിൻ്റെ ഒരു ബോട്ടിലുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ലഭ്യമാണ്. ഷൊർണൂർ സ്റ്റേഷനിൽ അല്പസമയം നിർത്തിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സ്റ്റാർട്ടാകുന്നുണ്ട്. ഇതൊരു ജംഗ്ഷനായതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനകത്തേക്ക് പ്രവേശിക്കാനും അതുപോലെ പുറത്ത് കിടക്കുന്നതിനും ചില സമയങ്ങളിൽ അല്പം ഡിലേ ഉണ്ടാകാറുണ്ട്. ഭാവിയിൽ കേരളത്തിൽ കൂടുതൽ ട്രെയിനുകൾ, വന്ദേ ഭാരത് ട്രെയിനുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. നിത്യേന ജോലിക്കൊക്കെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി വരുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും വളരെ അനുഗ്രഹമാണ്. അവർക്കും യാത്രക്കാർക്കും സഞ്ചാരികൾക്കും വിദേശികൾക്കും എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ് വന്ദേ ഭാരത് ട്രെയിൻ യാത്ര. തുടക്കകാലത്ത് ഈ ട്രെയിനിനെതിരെ ചില ആക്രമണങ്ങളൊക്കെ നടന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അതൊക്കെ ഇല്ലാതായി. ഇതിൻ്റെ സൗകര്യം എല്ലാവരും അറിഞ്ഞ് അനുഭവിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ വന്ദേ ഭാരത് ട്രെയിനിനോടുള്ളൊരു എതിർപ്പില്ലാതെ വരുന്നുണ്ട്. അത് വന്ദേ ഭാരത് ട്രെയിൻ വന്നതോടുകൂടി മറ്റുള്ളവർക്കുണ്ടാകുന്ന ചില ക്ഷീണങ്ങളായിരിക്കാം അതിന് കാരണം. നമുക്കിവിടെ പാരലായിട്ട് കാണുന്നത് പാലക്കാട്, കോയമ്പത്തൂർ, പോത്തന്നൂർ ഭാഗത്തേക്കുള്ള റെയിൽവേ ട്രാക്കാണ്. ഷൊർണൂർ ജംഗ്ഷനാണെന്ന് പറഞ്ഞല്ലോ, അവിടെ നിന്ന് 2 ട്രാക്കായിട്ട് തിരിയുന്നുണ്ട്. നമ്മൾ തിരുവനന്തപുരത്തേക്കുള്ള ട്രാക്കിലൂടെ പോരുന്നു. അപ്പുറത്ത് കാണുന്നത് പോത്തന്നൂർ വഴി കോയമ്പത്തൂർ, പാലക്കാട് ഒക്കെ പോകുന്ന ട്രെയിനാണ്, റെയിൽവേ ട്രാക്കാണ് ആ കാണുന്നത്.
ഷൊർണൂരിൽ നിന്ന് തൃശ്ശൂർക്ക് എത്താനായിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ സമയം എടുത്തു എന്ന് പറയാം. ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ വളരെ സ്ലോയിലായിട്ട് ഇടയ്ക്ക് വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് വളരെ സ്ലോയിലാണ് പോകുന്നത്. പല പ്രദേശങ്ങളും ഇപ്പോഴും യാതൊരു കൃഷി രീതികളും ഇല്ലാതെ ഇങ്ങനെ വിജനമായിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഭാരതപ്പുഴയുടെ മുകളിലൂടെയുള്ള യാത്രയാണ്. ചെറുതുരുത്തിപ്പാലം എന്ന് പറയും. ഈ സമയത്ത് വളരെ സ്ലോവിലായിരുന്നു യാത്ര. അതുകൊണ്ട് അവിടെ വർക്ക് നടക്കുന്നുണ്ട്. വളരെ സ്ലോവിലായതുകൊണ്ട് നമുക്ക് ക്ലിയറായിട്ട് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചു. ഭാരതപ്പുഴയുടെ ഭംഗി ആസ്വദിക്കാനായിട്ട് സാധിച്ചത് വളരെ അനുഗ്രഹമായിട്ട് കാണുന്നു. ഡിസംബർ ജനുവരി മാസമായിട്ടും അങ്ങ് തുരുത്തുകൾ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വെള്ളം വന്നാലും ഒരുവിധമുണ്ട്. വേനൽക്കാലത്ത് ഇത്ര പോലും വെള്ളം ഉണ്ടാകാറില്ല ഈ സമയത്ത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പുഴയാണ് ഭാരതപ്പുഴ. ഇത്രയും വീതി കടന്നു പോരാനായിട്ട് അല്പസമയം എടുക്കുന്നുണ്ട്. ആ പ്രകൃതി ഭംഗി മനസ്സിൽ പകർത്താനായിട്ട് സാധിക്കും. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യും കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ വന്ദേ ഭാരത് ട്രെയിനിൽ ഒരു യാത്ര ചെയ്യാനായിട്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.